ജെയിംസ് പീറ്റർ ഫോക്നർ ഒരു മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ്. ജെയിംസ് ഫോക്നർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനും ടാസ്മാനിയ ക്രിക്കറ്റ് ടീമിനും വേണ്ടിയാണ് ഫോക്നർ എന്ന ഓൾറൗണ്ടർ കളിച്ചിട്ടുള്ളത്. പരിമിത ഓവർ ക്രിക്കറ്റിൻ്റെ ഇന്നിങ്സ് അവസാനത്തിൽ ആക്രമണാത്മക ബാറ്റിങ്ങും ബൗളിങ്ങിനും പേരുകേട്ട കളിക്കാരനാണ് ജെയിംസ് ഫോക്നർ. 2015 ക്രിക്കറ്റ് ലോകകപ്പിലെ ഫൈനൽ മത്സരത്തിൽ താരമായി പ്ലെയർ ഓഫ് ദി മാച്ച് ആയതാണ് ഫോക്നറുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തം. ന്യൂസിലാൻഡിനെതിരെ നടന്ന ആ മത്സരത്തിൽ 9 ഓവറിൽ 4 റൺസ് ശരാശരിയിൽ 3 വിക്കറ്റുകൾ സ്വന്തമാക്കിയാണ് ജെയിംസ് ഫോക്നർ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിലെ താരമായി മാറിയത്. അതിനു മുന്നേ നടന്ന സെമി മത്സരത്തിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ഫോക്നർ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മിന്നുന്ന പ്രകടനമായിരുന്നു നടത്തിയത്. ബാറ്റിങ്ങിൽ 12 ബോളുകളിൽ നിന്ന് 21 റൺസും ബൗളിങ്ങിൽ 9 ഓവറുകളിൽ 59 റൺസിന് 3 വിക്കറ്റുകളും അദ്ദേഹം സ്വന്തം പേരിലാക്കി. ഏകദിന മത്സരങ്ങളിൽ എന്നും മികവ് പുലർത്തി ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന് ആവശ്യമായ സന്ദർഭങ്ങളിൽ എല്ലാം മികച്ച നേട്ടങ്ങൾ സമ്മാനിച്ച താരമായിരുന്നു ജെയിംസ് ഫോക്നർ. 2013 നവംബറിൽ ബാംഗ്ലൂരിൽ ഇന്ത്യക്കെതിരായി നടന്ന മത്സരത്തിൽ 7ാമനായി ഇറങ്ങി ഗ്രൗണ്ടിൽ തീയായി മാറിയ ജെയിംസ് ഫോക്നർ എന്ന ക്രിക്കറ്റ് കളിക്കാരനെ ക്രിക്കറ്റ് പ്രേമികൾ ആരും തന്നെ പെട്ടെന്നൊന്നും മറക്കില്ല. രോഹിത് ശർമ്മയുടെ 209 എന്ന ഇരട്ട സെഞ്ചുറിയുടെ നേട്ടത്തിന് തിരിച്ചടി നൽകാൻ ഇറങ്ങിയ ഓസ്ട്രേലിയൻ ടീം തകർന്നു തുടങ്ങിയപ്പോഴാണ് ഫോക്നർ 7ാമനായി ക്രീസിലെത്തുന്നത്. പിന്നെ നടന്നത് അക്ഷരാർത്ഥത്തിലൊരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. മുൻനിര തകരുമ്പോഴെല്ലാം കോട്ട കെട്ടുന്ന വാലറ്റം എന്നു പേരുള്ള ടീം ഓസ്ട്രേലിയക്ക് ഒരിക്കൽ കൂടി നാണക്കേട് ഒഴിവാക്കാൻ ഫോക്നറുടെ ഈ മിന്നൽ ബാറ്റിംഗ് സഹായിച്ചു. വെറും 73 പന്തുകളിൽ 6 സിക്സറുകളും 2 ബൗണ്ടറികളും ഉൾപ്പെടെ അന്ന് ആ മത്സരത്തിൽ ഫോക്നർ അടിച്ചെടുത്തത് 116 റൺസ് ആയിരുന്നു. ഇന്ത്യൻ വിജയം 57 റൺസിനായിരുന്നു. തോൽവിയുടെ ഭാരം തെല്ലൊന്നുമല്ല. 45 ഓവറിൽ ഓൾ ഔട്ട് ആകുമ്പോൾ ടീം ഓസ്ട്രേലിയക്ക് ഫോക്നറുടെ ആ ഇന്നിങ്സ് നൽകിയ ആശ്വാസം. രോഹിത് ശർമ്മയുടെ ഏകദിനത്തിലെ ആദ്യ ഇരട്ട സെഞ്ചുറി നേട്ടത്തിൽ ഫോക്നറുടെ ഈ ഒരു ഒറ്റയാൾ പോരാട്ടം ശ്രദ്ധിക്കപ്പെടാതെ പോയി. ബെസ്റ്റ് ഫിനിഷർ എന്ന നിലയിലും മാച്ച് വിന്നർ എന്ന നിലയിലും പ്രശസ്തനായ ഒരു ഓൾറൗണ്ടർ എന്ന പേരിലാണ് തൻ്റെ ടീമിലെ സ്ഥാനം ഫോക്നർ നിലനിർത്തി പോന്നത്. IPL ക്രിക്കറ്റ് മത്സരങ്ങളിലും സൂപ്പർ താരമായിരുന്നു ജെയിംസ് ഫോക്നർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഉടനടിയാണ് ഫോക്നർ അപ്രത്യക്ഷമായത്. പരിക്കുകളായിരുന്നോ അദ്ദേഹത്തിൻ്റെ അപ്രത്യക്ഷമാകലിന് കാരണം, അതോ മറ്റ് കാരണങ്ങളുണ്ടോ? 1990 ഏപ്രിൽ 29 ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിലാണ് ജെയിംസ് ഫോക്നറുടെ ജനനം. ക്രിക്കറ്റ് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് പീറ്റർ ഫോക്നർ ടാസ്മാനിയയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായിരുന്നു. അതിനാൽ തന്നെ ചെറിയ പ്രായം മുതൽക്കേ പിതാവിൻ്റെ ശിക്ഷണത്തിൽ ഒരു നല്ല ക്രിക്കറ്ററായി ജെയിംസ് ഫോക്നറും വളർന്നു. ടാസ്മാനിയയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചായിരുന്നു തുടക്കം. സ്ലോ ബോളുകൾ എറിഞ്ഞ് ബാറ്റ്സ്മാനെ കബളിപ്പിക്കാനുള്ള കഴിവും മത്സരം ഫിനിഷ് ചെയ്യാനുള്ള വൈഭവവും അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ ദേശീയ ടീമിലേക്കുള്ള വഴി തുറന്നു കൊടുത്തു. ആഭ്യന്തര മത്സരങ്ങളിലെ മികവ് ദേശീയ ടീം സെലക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മഞ്ഞക്കുപ്പായത്തിൽ കളിക്കാൻ പെട്ടെന്ന് തന്നെ ഫോക്നർക്ക് സഹായകമായി. 2013 അദ്ദേഹത്തിൻ്റെ കളി ജീവിതത്തിലെ ഒരു സുപ്രധാന സംഭവമുണ്ടായി. മൊഹാലിയിൽ ഇന്ത്യക്കെതിരെ 29 പന്തുകളിൽ 64 റൺസ് നേടി. ഇത് അദ്ദേഹത്തിൻ്റെ കളി ജീവിതത്തിൽ നിർണായകമായൊരു സംഭവമായി തീർന്നു. താൻ മികച്ച ഒരു ഫിനിഷറാണെന്ന് അന്ന് അദ്ദേഹം ലോക ക്രിക്കറ്റ് പ്രേമികൾക്ക് മുന്നിൽ കാട്ടിക്കൊടുത്തു. തുടർന്ന് 2015 വേൾഡ് കപ്പ് ടീമിലും ഫോക്നർ തൻ്റെ സ്ഥാനം നിലനിർത്തി. 6 മത്സരങ്ങൾ കളിച്ച് അന്ന് അദ്ദേഹം 10 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഫൈനലിൽ കോറി ആൻഡേഴ്സൺ, റോസ് ടൈലർ തുടങ്ങി പ്രമുഖരായ ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റുകൾ നേടി ഫൈനലിലെ താരവുമായി. ഈ പ്രകടനം ഒരിക്കൽ കൂടി മഞ്ഞപ്പടക്ക് ലോകകപ്പ് കിരീടമുയർത്താൻ സഹായകവുമായി. ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു അന്ന് ജെയിംസ് ഫോക്നർക്ക്. IPL മത്സരങ്ങളിലും മികവ് പുലർത്തിയിരുന്നു അദ്ദേഹം. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഒരു സീസണിൽ സെഞ്ചുറിയും 5 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കിയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്ലോവർ ബോളുകളും ഡെത്ത് ഓവറുകളിലെ ബാറ്റിംഗ് മികവും അദ്ദേഹത്തെ മികച്ച ഒരു T20 ഓൾറൗണ്ടറാക്കി മാറ്റി. ഒരു കാലത്ത് ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഓൾറൗണ്ടറായിരുന്നു ജെയിംസ് ഫോക്നർ. എന്നിരുന്നാലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ ഒരു അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് നീങ്ങി. അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൻ്റെ തകർച്ച പരിക്കുകളോടെയായിരുന്നു ആരംഭിച്ചത്. കാൽമുട്ടിലും കൈക്കുഴക്കുമേറ്റ പരിക്കുകൾ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് വേഗതയെയും ബാറ്റിംഗ് മികവും കുറച്ചു.
ഇതേ സമയത്തായിരുന്നു മിച്ചൽ മാർഷ്, മാർക്കസ് സ്റ്റോണിസ് തുടങ്ങിയ പുതിയ ഓൾറൗണ്ടർമാർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൽ എത്തിപ്പെടുന്നത്. ഇതോടെ ഫോക്നർ പതിയെ ഓസ്ട്രേലിയൻ ടീമിൽ നിന്നും പുറത്താക്കാൻ തുടങ്ങി. 2017 ഇൻസ്റ്റഗ്രാമിൽ സോവർഗാനുരാഗത്തെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടത് വിവാദമുണ്ടാക്കി. എൻ്റെ കാമുകനോടും അമ്മയോടും ഒപ്പമുള്ള അത്താഴം എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് ഒരൊറ്റ ദിവസം കൊണ്ട് വൈറലായി. ഫോക്നർ മറ്റൊരു വിവാദത്തിലും അകപ്പെട്ടു. ആരാധകരും ഞെട്ടി. ചിലർ അദ്ദേഹത്തെ പിന്തുണച്ചു, മറ്റു ചിലരാകട്ടെ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചു, മറ്റു ചിലർ അദ്ദേഹത്തെ നന്നായി പരിഹസിച്ചു. ഈ ഒരു വിഷയത്തിൽ ആദ്യമൊക്കെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ജെയിംസ് ഫോക്നറുടെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ പിന്തുണ നൽകിയെങ്കിലും അപ്പോഴേക്കും അദ്ദേഹം ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന അവസ്ഥയിലെത്തിയിരുന്നു ക്രിക്കറ്റ് ഓസ്ട്രേലിയ. അതിനാൽ തന്നെ ഈ വിവാദ സംഭവങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയൻ ടീം അദ്ദേഹത്തെ ടീമിലേക്ക് ഒരിക്കൽ കൂടി പരിഗണിച്ചില്ല. പിന്നീട് ചില ലീഗ് മത്സരങ്ങളിൽ മാത്രമായി ജെയിംസ് ഫോക്നറുടെ പ്രകടനങ്ങൾ. എന്നാൽ ഇതുകൊണ്ടൊന്നും ജെയിംസ് ഫോക്നർ വിവാദങ്ങൾ അവസാനിപ്പിച്ചില്ല. 2022 ഫോക്നർ പാകിസ്ഥാൻ ക്രിക്കറ്റ് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കെ PCBക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. തൻ്റെ കരാറിൻ്റെ ഭാഗമായ തുക തനിക്ക് ലഭിച്ചില്ലെന്ന് അദ്ദേഹം ആരോപിക്കുകയും അതിന് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ശക്തമായി കുറ്റപ്പെടുത്തുകയും തുടർന്ന് ടൂർണമെൻറ്റ് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ ഈ വാദങ്ങളെല്ലാം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. മാത്രവുമല്ല, മറ്റ് ചില ഗുരുതരമായ ആരോപണങ്ങൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഫോക്നർക്കെതിരെ ഉന്നയിക്കുകയും തുടർന്നുള്ള സീസണുകളിൽ നിന്ന് ഫോക്നറെ ബാൻ ചെയ്യുകയും ചെയ്തു. പതിയെ ഫ്രാഞ്ചൈസികൾക്കും അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി. IPL, ബിഗ് ബാഷ് ലീഗ് പോലുള്ള സുപ്രധാന ക്രിക്കറ്റ് ലീഗുകളിലൊന്നും അദ്ദേഹത്തെ ഒരു ടീമും തിരഞ്ഞെടുത്തില്ല. ഇന്ന് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ലീഗ് മത്സരങ്ങളുടെയും ഭാഗമല്ല. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളോടുകൂടി ജെയിംസ് ഫോക്നർ എന്ന സൂപ്പർ താരത്തിൻ്റെ ഭാവി ക്രിക്കറ്റ് ജീവിതം ഏതാണ്ട് അവസാനിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം ഓസ്ട്രേലിയയിലും പുറത്തുമായി ചെറിയ മത്സരങ്ങളിൽ മാത്രമാണ് കളിക്കുന്നത്. ഒരു കാലത്ത് ഫോക്നർ ലോകകപ്പ് ഫൈനലിലെ ഹീറോ ആയിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് പോലും ആരും ഓർക്കാറില്ല. ഇത് ഒട്ടുമിക്ക കളിക്കാർക്കും സംഭവിക്കാവുന്ന ഒന്നാണ്. പരിക്കും വിവാദങ്ങളും കളി ജീവിതത്തിൽ ഉണ്ടായി തുടങ്ങിയാൽ ഉദിച്ച നക്ഷത്രം പെട്ടെന്ന് അന്ധകാരത്തിൽ മറയുമെന്ന് ജെയിംസ് ഫോക്നർ എന്ന സൂപ്പർ ക്രിക്കറ്ററുടെ ജീവിതത്തിലെ നാൾവഴികൾ നമുക്ക് കാണിച്ചു തരുന്നു. ഇതൊക്കെയാണെങ്കിലും ഫോക്നർ ക്രിക്കറ്റിന് നൽകിയ നല്ല സംഭാവനകൾ എന്നും ഓർത്തു വെക്കപ്പെടുക തന്നെ ചെയ്യും.